നമസ്കാരം, എല്ലാവർക്കും അഗസ്ത്യ സൈക്കോളജിക്കൽ സർവീസസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി രാഘവൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മളിന്ന് എൻറൈറ്റ് പ്രോസസ് മോഡൽ ഓഫ് ഫോർഗീവ്നെസ്സിൻ്റെ മൂന്നാമത്തെ ഫേസായ ദ വർക്ക് ഫേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. മുന്നിലത്തെ വീഡിയോസിൽ നമ്മൾ ആദ്യത്തെ ഫേസായിട്ടുള്ള ദ അൺകവറിങ് ഫേസും രണ്ടാമത്തെ ഫേസായിട്ടുള്ള ദ ഡിസിഷൻ ഫേസും ഡിസ്കസ് ചെയ്തിരുന്നു. വർക്ക് ഫേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫേസിലാണ് ശരിക്കും നമ്മൾ ആ ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ട് ഉള്ള കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് നടക്കുന്ന ഒരു സ്റ്റേജ് ഇതാണ്. അതായത് ഡിസിഷൻ ഫേസിൽ നമ്മൾ ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഓക്കെ, ഐ ആം റെഡി ടു ഫോർഗീവ് എന്നുള്ള ആ ഒരു ഫ്രീ ചോയ്സിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത് ഡിസിഷൻ ഫേസിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വർക്ക് ഫേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഫേസിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഫേസാണ് വർക്ക് ഫേസ്. ഓക്കെ, എങ്ങനെ ഫോർഗീവ് ചെയ്യണം, ആ ഒരു ഫോർഗീവ്നെസ്സിലേക്ക് വേണ്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന ഒരു സ്റ്റേജാണ് വർക്ക് ഫേസ്. നമ്മളോട് ഒഫൻസ് ചെയ്ത ആ വ്യക്തിയോട്, ഒഫൻഡറിനെ നമ്മൾ പുതിയ പേഴ്സ്പെക്റ്റീവിൽ, പുതിയ രീതിയിൽ ആ വ്യക്തിനെ നമ്മൾ കാണാൻ ശ്രമിക്കും. അത് പക്ഷെ ഒരിക്കലും ആ വ്യക്തി നമ്മളോട് ചെയ്ത, ആ ഒഫൻഡർ നമ്മളോട് ചെയ്ത ഒഫൻസിനെ ന്യായീകരിക്കലോ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത തെറ്റല്ലാതാകലോ ഒന്നുമല്ല. ഓക്കെ, ഇത് നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടി, നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള മുന്നോട്ട് പോക്കലിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഉള്ളിൽ ഈ ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നത്. നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിന് നമ്മളെ തന്നെ വിധേയരാക്കുന്നത് ആ ഫോർഗീവ്നെസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാനും ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരിക്കലും അത് നമ്മളുടെ ഒഫൻഡറിനെ ന്യായീകരിക്കലോ ഒഫൻസിനെ വെള്ളപൂശലോ ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെ കേസ് എടുക്കുമ്പോഴും അതിനകത്ത് വ്യത്യാസം വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒഫൻഡറിനെ പുതിയൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കാണാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒഫൻഡറിൻ്റെ ചൈൽഡ്ഹുഡ് പരിശോധിക്കുന്നു. അയാൾ ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയാണോ വളർന്നു വന്നത്, അബ്യൂസീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വളർന്നു വന്ന ഒരാളാണോ, എന്തുകൊണ്ടായിരിക്കാം അയാൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്, എന്തുകൊണ്ടായിരിക്കാം അയാൾക്ക് ഇങ്ങനെ മറ്റൊരാളെ വേദനിപ്പിക്കാൻ അയാൾക്ക് പറ്റുന്നത്, അത് അയാൾ ഏത് നെഗറ്റീവ് സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മളോട് ഇങ്ങനൊരു ഒഫൻസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ ഈ ഒഫൻഡറിൻ്റെ ജീവിത സാഹചര്യം, ഒഫൻഡർ എന്ന് പറയുന്ന വ്യക്തിയെയും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നമ്മളുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടൊരു ചേഞ്ച് വരുന്ന രീതിയിൽ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് നടത്തുകയും ചെയ്യുന്നു. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ തെറാപ്പിസ്റ്റ് ആൻഡ് വർക്ക് ഷീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് വർക്ക് ഫേസിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പം ശരിക്കും ഈ ഒരു വർക്ക് ഫേസിനെ നമ്മൾ ഹാർട്ട് ഓഫ് ഫോർഗീവ്നെസ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മളിൽ ഇൻഫ്ലിക്റ്റഡ് ആയിട്ടുള്ള, നമ്മളിൽ ഏറ്റിട്ടുള്ള ആ ഒരു പെയിനെ, ആ വേദനയെ അല്ലെങ്കിൽ ആ ഇൻജസ്റ്റിസിനെയൊക്കെ നമ്മളിവിടെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പഠിക്കുകയാണ്. അംഗീകരിക്കാൻ പഠിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിനർത്ഥം നമ്മൾ ഈ പെയിനോ അല്ലെങ്കിൽ ആ ഒരു ഇൻജസ്റ്റിസോ നമ്മൾ ഡിസേർവ് ചെയ്യുന്നു എന്നല്ല. ഒരിക്കലും അങ്ങനെയല്ല നമ്മളതിനെ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. നമ്മളാരും ഒരു തരത്തിലുള്ള ഇൻജസ്റ്റിസും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ പെയിനോ ഒന്നും നമ്മളാരും അർഹിക്കുന്നതല്ല, അല്ലേ? അതൊക്കെ നമ്മൾ പല സാഹചര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. സോ നമ്മൾ ഡിസേർവ് ചെയ്യുന്നതല്ല, നേരെ മറിച്ച് എങ്ങനെയൊക്കെ വേറൊരാളുടെ മോശം മാനസികാവസ്ഥയിൽ നമ്മളിലേക്ക് ഇൻഫ്ലിക്റ്റഡ് ആയിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ ആ ഇൻജസ്റ്റിസിനെയൊക്കെ നമ്മളിവിടെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പഠിക്കും. നമ്മൾ ഒരു അക്സെപ്റ്റൻസ് ലെവലിലേക്ക്, അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫേസിനെ ദ ഹാർട്ട് ഓഫ് ഫോർഗീവ്നെസ് എന്നും പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടെ നമ്മൾ ഒഫൻഡറിനെ ഒരു എംപത്തറ്റിക് ആയിട്ടും കമ്പാഷനേറ്റ് ആയിട്ട് കൈൻഡായിട്ടും ഒക്കെ അവരോട് നമ്മൾ പെരുമാറാനായിട്ട് തുടങ്ങും. ഓക്കെ, അവർ ചെയ്ത ആ തെറ്റെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു, ആ പെയിനെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു, ബട്ട് സ്റ്റിൽ നമ്മൾ അവരോട് കൈൻഡായിട്ട് പെരുമാറുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പതിയെ എത്തിച്ചേരുന്നു.
പക്ഷേ ആ റിലേഷൻഷിപ്പിൽ സ്റ്റിൽ ട്രസ്റ്റ് ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ടാകാം, സേഫ്റ്റി ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ടാകാം. ഇതൊന്നും അവിടെ സോൾവ് ചെയ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒന്നും കറക്റ്റായിട്ടുണ്ടാവില്ല. ഇതെല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് വലിയ രീതിയിൽ തന്നെയുണ്ട്, സേഫ്റ്റി ഇഷ്യൂസ് വലിയ രീതിയിൽ തന്നെയുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ അവരോട് കൈൻഡായിട്ട് പെരുമാറുന്നു. ഓക്കെ, എംപത്തറ്റിക് ആയിട്ട് പെരുമാറുന്നു, സ്നേഹത്തോടൊരു മോറൽ ലവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഒരു മോറൽ ലവ്, ആ രീതിയിലൊക്കെ നമ്മൾ അവരോട് പെരുമാറുന്നു. നമ്മൾ അവരെ എന്താ പറയുക, ഒരു മാനുഷിക പരിഗണന, അവരെ നമ്മൾ മനുഷ്യരായിട്ട് നമ്മളവർ കാണാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇതാണ് വർക്ക് ഫേസിൽ നടക്കുന്ന ഒരു സംഗതി. ഓക്കെ, പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ രീതിയിൽ ഇത്ര ഈസി ആയിട്ട് അങ്ങ് എത്തിച്ചേരുന്ന ഒരു കാര്യമല്ല ഇത്. ഞാനീ പറഞ്ഞ അൺകവറിങ് ഫേസ് ആയാലും ഡിസിഷൻ ഫേസ് ആയാലും വർക്ക് ഫേസ് ഒക്കെ ആയാലും ഇതെല്ലാം തന്നെ ഓരോരുത്തർക്കും അവരുടേതായ സമയമെടുക്കും. ചിലപ്പോൾ മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എഗെയിൻ ചിലപ്പം ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും അവർ ഏതെങ്കിലും രീതിയിലുള്ള പെയിനിലൂടെ ഇൻജസ്റ്റിസിലൂടെ കടന്നു പോകുമ്പം വീണ്ടും എഗെയിൻ ഈ സൈക്കിൾ റിപ്പീറ്റ് ആകാൻ സാധ്യതയുണ്ട്. വീണ്ടും ഈ പറയുന്ന അവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ നെഗറ്റീവ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഹീലിംഗ് നടക്കാത്ത രീതിയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ഇറ്റ് ടേക്സ് ടൈം. അവനവൻ്റേതായിട്ടുള്ള സമയം അതിനെടുക്കും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വർഷങ്ങളെടുത്തുന്നിരിക്കാം, ചിലപ്പോൾ മാസങ്ങളെടുത്തുന്നിരിക്കാം. ഓക്കെ, അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ വർക്ക് ഫേസ് ഇതാണ്. ഇനി ഒരു ഫേസും കൂടെ നമുക്ക് ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുടെയും ഇതെങ്ങനെയാണെന്നുള്ള വർക്ക്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫൈനലി എല്ലാം കഴിഞ്ഞതിന് ശേഷം ലൈവിലൂടെ വന്ന് പരിചയപ്പെടുത്തി തരാം. താങ്ക്